നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയം ഒരുപാട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പെർഫ്യൂമറി ബിസിനസ്. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കൂടെ കൂടിക്കോ. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള 3 പെർഫ്യൂമറി ക്ലാസ്സുകളുണ്ട്. ഒരു ദിവസം മുതൽ ഒരു ദിവസത്തെ കോഴ്സുണ്ട്, 3 ദിവസത്തെ കോഴ്സുണ്ട്, 1 മാസത്തെ കോഴ്സുണ്ട്. ലോകത്തുള്ള ഏതൊരു പെർഫ്യൂമും ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് പഠിക്കണം. ഞാൻ പഠിപ്പിച്ചുതരാം. പെർഫ്യൂമറി ക്രിയേഷൻ ഒരു ദിവസം മുതൽ 1 മാസം വരെ നിൽക്കുന്ന 3 വ്യത്യസ്ത കോഴ്സുകൾ നിങ്ങളുടെ സൗകര്യാർത്ഥം. സമയമില്ലാത്തവർക്ക് 1 ദിവസം കൊണ്ടും, കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 3 ദിവസം കൊണ്ടും, അതല്ല ഒരു പെർഫ്യൂം ബിസിനസ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ഒരു മാസം റവന്യൂ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വളരണമെങ്കിൽ അതിനുള്ള കോഴ്സും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ പെർഫ്യൂമറി ഫീൽഡിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ മോർ ദാൻ 20 years എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ നോളേജ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല പെർഫ്യൂമർ ആവാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഞാൻ 2012 പെർഫ്യൂമറി സയൻസിൻ്റെ ഡിപ്ലോമ ചെയ്തത്. എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, എംപോറിയോ പാരിസ് ഇൻ്റർനാഷണൽ. ഞാൻ എക്സ്പോർട്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 2022 ശേഷമാണ് ഞാൻ ഈ പെർഫ്യൂമറി കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് വന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി, ഒരുപാട് ആൾക്കാർ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ എന്തിനാണ് ജോലി ചെയ്യുന്നത്? അവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അവരെ കുടുംബം പോറ്റാൻ ആവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പെർഫ്യൂമറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു 5,000 റുപ്പീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെറും 2 മണിക്കൂർ മതി. അതുപോലെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ അതിന് പറ്റുന്ന ഒരു ബിസിനസ്സാണ് പെർഫ്യൂമറി ബിസിനസ്. ഈ പെർഫ്യൂമറി ബിസിനസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട. അപ്പോൾ നമുക്കൊരു ചെറിയ കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. ഇപ്പോഴാണ് നമ്മൾ അവർക്ക് സമയം കൊടുക്കേണ്ടത്. ആ സമയം കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് നമ്മളെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്തിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമ്മൾ പ്രായമായാൽ അവർ നമുക്ക് തിരിച്ചു തരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് പേപ്പർ കട്ടിങ്സുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ, പ്രായമായവരെ വഴിയിൽ തള്ളി നോക്കാൻ ആളില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ്? നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ സമയം കൊടുത്താലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയും നമ്മൾ ഭയങ്കര ബിസിയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ പറയും ഫാമിലിനെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടുന്ന കഷ്ടപ്പാട്. അവിടെ കഷ്ടപ്പാടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ പെർഫ്യൂമിൽ പാഷനേറ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമല്ല, ആ പാഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയിച്ച്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അത് നമ്മുടെ ഒരു ജോബോ അല്ലെങ്കിൽ ബിസിനസ്സോ ആയിട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു ലൈഫുണ്ടല്ലോ, അത് വേറെ തന്നെ ആയിരിക്കും. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലിക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വെറും 20,000 രൂപ അടയ്ക്കാൽ നിങ്ങൾക്ക് ഇവിടെ 1 day കോഴ്സിന് ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതൊരു ചെറിയ രീതിയിൽ തുടക്കത്തിലൊരു ബിസിനസ്സാക്കി കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെറും 50,000 രൂപക്ക് 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. അതല്ല നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, നിങ്ങൾ അത്യാവശ്യം സെറ്റിൽഡാണ്, നിങ്ങളുടെ കാശ് നല്ല ഇൻകം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ 2 ലക്ഷം രൂപക്ക് 1 മന്തിൻ്റെ കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും അവൈലബിൾ ആയിരിക്കും ആ 2 ലക്ഷത്തിൻ്റെ കോഴ്സിൽ. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു മാറ്റം വേണമെങ്കിൽ ഇനി നിങ്ങളൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇതുപോലെ അങ്ങോട്ട് കഴിഞ്ഞു പോകും. ബിൽഗേറ്റ്സ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദരിദ്രനായി ജനിക്കുന്നത് ഒരു കുറ്റമല്ലാന്ന്, പക്ഷേ ദരിദ്രനായി മരിക്കുന്നത്
അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടണോ വേണ്ട എന്നുള്ളത്.